കോൺഗ്രസ് ഇനിയെങ്കിലും പിണറായി വിജയനെയും കുടുംബത്തെയും വെള്ളപൂശാനുള്ള നടപടികൾ നിർത്തണമെന്ന് ബിജെപി നേതാവ് ഷോൺ ജോർജ്. വിജിലൻസ് അന്വേഷണം പിണറായിക്കെതിരെ മാത്രം പോരാ, കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി എന്നിവർക്കെതിരെയും അന്വേഷണം നടത്തണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. മാസപ്പടി കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാത്യു കുഴൽനാടിന്റെ ഹർജി തള്ളിയതിന് പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു ഷോൺ ജോർജ്. കോൺഗ്രസ് പ്രത്യേകിച്ച് പിണറായി വിജയനെയും മകളെയും വെള്ളപൂശുന്ന ഇത്തരത്തിലുള്ള നിലപാടിൽ നിന്നും കോൺഗ്രസിനും അതിൻ്റെ MLA-മാരും ഇനിയെങ്കിലും ഈ നടപടി അവസാനിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അവിടെ വിജിലൻസ് അന്വേഷണം വേണ്ടത് പിണറായി വിജയനെതിരെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ PV എന്നുള്ള പേര് മാത്രമല്ല അതിനകത്തുള്ളത്. അതിനകത്തുള്ള പേരിൽ ഇബ്രാഹിം കുഞ്ഞുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, മരിച്ചുപോയി എങ്കിൽ പോലും ഉമ്മൻചാണ്ടിയുണ്ട്. അങ്ങനെ ഈ പേരുകളെക്കുറിച്ചൊന്നും അന്വേഷിക്കണമെന്ന് എന്താണ് കുഴൽനാടൻ ആവശ്യപ്പെടാത്തത്? നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു സമഗ്ര അന്വേഷണമാണ്. SFIO നടത്തുന്ന അന്വേഷണം, പ്രത്യേകിച്ച് നിയമപരമായി തന്നെ SFIO ഈ രാജ്യത്ത് നടത്തുന്ന അന്വേഷണം നടക്കുമ്പോൾ മറ്റൊരു ഏജൻസിക്ക് അന്വേഷിക്കാൻ കഴിയില്ല. അത് നിയമപരമായി തന്നെ. മാത്രമല്ല, ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഇവരെന്തിനാണ് ആവശ്യപ്പെടുന്നത്? പിണറായി വിജയൻ ഭരിക്കുന്ന നാട്ടിൽ പിണറായി വിജയൻ്റെ വകുപ്പിന് കീഴിൽ കാൽ കീഴിലുള്ള ഒരു വകുപ്പിനെ കൊണ്ട് പിണറായി വിജയന് എതിരെ ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ ലോജിക്ക് ഒരു സാധാരണക്കാരൻ പറഞ്ഞാൽ പോലും പോട്ടെ എന്ന് വെക്കാം. പക്ഷേ ഒരു അഭിഭാഷകനായ വ്യക്തി കൂടി ഇത് പറയുക എന്ന് പറയുന്നത് അങ്ങേറ്റം ഇത് വീണ്ടും വെള്ളപൂശാനുള്ളൊരു നടപടി എന്നാലും മറ്റു പറയാനില്ല. ഇപ്പോൾ SFIO അന്വേഷണം എൻ്റെ അറിവിൽ, ആസ് പെർ മൈ നോളജ്, SFIO അന്വേഷണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ഡൽഹി ഹൈക്കോടതിയിൽ SFIO ഫയൽ ചെയ്ത റിപ്പോർട്ടിൽ 135 182 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് SFIO വ്യക്തമാക്കിയിട്ടുണ്ട്. SFIOയുടെ അന്വേഷണ റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്തു എന്ന് തന്നെയാണ് എനിക്കറിയാൻ കഴിയുന്നത്. അതിന് ഇനി ബാക്കിയുള്ളത് പ്രോസിക്യൂഷൻ അനുമതി മാത്രമാണ്. ആ പ്രോസിക്യൂഷൻ അനുമതി ഇപ്പോൾ നിലവിൽ വരാത്തതിൻ്റെ കാര്യം CMRL എന്ന കമ്പനി ഡൽഹി ഹൈക്കോടതിയിൽ ഈ അന്വേഷണം നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് CMRL ഫയൽ ചെയ്ത പെറ്റീഷൻ, ആ ഹർജി അവിടെ പെൻഡിങ് നിൽക്കുന്നതുകൊണ്ടാണ്. അതിൻ്റെ അന്തിമ വാദം കഴിഞ്ഞു. അതിൻ്റെ ജഡ്ജ്മെൻറ്റിന് വേണ്ടി കേസ് റിസർവ് ചെയ്തിരിക്കുകയാണ്. ആ ജഡ്ജ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ അനുമതിയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നടക്കും. അതുകൊണ്ട് ഈ ഹൈക്കോടതി വിധിയെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു വിജിലൻസ് കേസിന് ആസ്പദമായി വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നും ഈ പെറ്റീഷണേഴ്സ് അവിടെ കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഈ വാർത്ത പുറത്തു വരുമ്പോൾ പൊതുസമൂഹം എന്താ ചിന്തിക്കുന്നത്? പിണറായി വിജയനും മകൾക്ക് ഒരു ക്ലീൻ ചിറ്റ് കൂടി. ആ സാഹചര്യം ഉണ്ടാക്കുന്ന ഇത്തരം പ്രവണതകൾ ഞാൻ നേരത്തെ, ഇതിപ്പോഴല്ല, എല്ലാ മാധ്യമങ്ങളുടെ മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത്തരം പ്രവണതകളിൽ നിന്നും കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇനിയെങ്കിലും പിന്തിരിയണം. കാരണം വെറുതെ മുഖ്യമന്ത്രിയെ വെള്ളപൂശാനുള്ള നടപടിയാണ് ഇതുവഴി ഉണ്ടായിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള MLA-യോട് പറയണം, ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്ന നിലപാടിലേക്ക് പോകരുത്. മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്ന ഇത്തരം ഫൂളിഷ് കേസുകൾ കൊടുത്ത് ഒരു കാരണവശാലും അത്തരത്തിലുള്ള നിലപാടിലേക്ക് പോകരുത് എന്ന് അദ്ദേഹത്തെ കൂടെയുള്ള MLA-മാരോടാണ് പറയേണ്ടത്. SFIO അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് ഫോളോ ചെയ്യുന്ന മാധ്യമങ്ങൾക്കെല്ലാം കൃത്യമായിട്ടറിയാം എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് വരാത്തത്. ആ റിപ്പോർട്ട് വരണമെങ്കിൽ ഒരു ചെറിയ തടസ്സം മാത്രം, അതായത് ഡൽഹി ഹൈക്കോടതിയുടെ വിധി, കോടതി അന്തിമവാദം കേട്ടതിന് ശേഷം റിസർവ് ചെയ്തിട്ടുള്ള ആ വിധി പുറത്തു വന്നാൽ ഒരു സംശയം വേണ്ട, അതിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്.